പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട നാടായിരുന്നു ഇത്. വിദ്യാഭ്യാസം നന്നേ കുറഞ്ഞവരായിരുന്നു ഈ നാട്ടിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും. ചെറിയ വീടുകളിൽ പാടത്തും പറമ്പിലും പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാർ. അവിടെ പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഒരു പഴയ കോവിലകമുണ്ടായിരുന്നു. അവരുടെ പാടങ്ങളിലും മറ്റുമായിരുന്നു അവിടെയുള്ള സാധാരണ പണിക്കാർ ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ തലമുറയെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങിയതോടെ അവർ പട്ടണങ്ങളിലും മറ്റും പഠിക്കാൻ തുടങ്ങി. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക രേവതി. അവളുടെ നിരാശയുടെയും ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെയും തീവ്രത അവളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അവളുടെ അമ്മ പത്മം ചെറുപ്രായത്തിൽ അവൾക്കുണ്ടായ ഒരു പ്രണയത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു അവൾ. സുന്ദരിയായ അമ്മ. അവളുടെ കാമുകൻ ചതിച്ചിട്ട് പോയി. അതിൽ മനംനൊന്തവൾ ഒരു ഭ്രാന്തിയായി മാറി. ഇപ്പോഴും ഈ പ്രായത്തിലും അവളുടെ അമ്മ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതാണെന്ന് ആരും പറയില്ല. അത്രക്ക് സുന്ദരിയായിരുന്നു അവർ. കോവിലകത്തെ രഘുനാഥൻ തമ്പ്രാൻ്റെ കുഞ്ഞാണ് രേവതി എന്ന് ആ നാട്ടിൽ പരസ്യമായ ഒരു രഹസ്യം തന്നെയായിരുന്നു. അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വാർദ്ധക്യത്തിൻ്റെ അവശതയിലും തൻ്റെ കൊച്ചുമോളെ സഹായിക്കുന്നവർ. അച്ഛനില്ലാതെ ജനിച്ച മോളെയും കൊണ്ട് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടതും നാട്ടുകാർ വെറുത്തതും ഇവരെയായിരുന്നു. ഒറ്റ മോളായതുകൊണ്ട് തന്നെ അവളെ ഒരുപാട് ലാളിച്ചു വളർത്തി. അവസാനം ഭർത്താവില്ലാതെ മോള് ഗർഭിണിയായപ്പോൾ അവർ തളർന്നുപോയി. മോള് ഗർഭിണിയായത് മാത്രമല്ല, മോളെ സമനില തെറ്റി ഒരു ഭ്രാന്തിയായതും അവർക്ക് കാണേണ്ടി വന്നു. കുടുംബക്കാരും നാട്ടുകാരും എല്ലാം ഒറ്റപ്പെടുത്തി. ആ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിട്ടും ആ മോളെയും കൊച്ചുമോളെയും കൊണ്ടവർ പിടിച്ചു നിന്നു. പശുവിനെ വളർത്തി പാല് വിറ്റായിരുന്നു അവർ ജീവിച്ചിരുന്നത്. രേവതിയുടെ അമ്മ മാനസിക നില ചെറുതായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ ഒരു ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വീടിൻ്റെ അകത്തുള്ള ജോലികളെല്ലാം അമ്മ ചെയ്യും. അവരെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി രേവതിക്ക്. പക്ഷേ പശുവിൻ്റെ കാര്യങ്ങളെല്ലാം അവൾ തന്നെ നോക്കണം. അതിരാവിലെ എണീറ്റു പാല് കറന്നു വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. പാല് വാങ്ങുന്ന സ്ത്രീകൾ പോലും അവളെ ഒരു അറപ്പോടെയും വെറുപ്പോടെയുമായിരുന്നു കണ്ടിരുന്നത്. അവൾ ആരോടും കൂടുതൽ സംസാരിക്കില്ല. പാല് കൊടുത്ത് പാലിന് കിട്ടേണ്ട പൈസയും വാങ്ങി പെട്ടെന്ന് അവൾ തിരിച്ച് വീട്ടിലെത്തും. ആ നാട്ടിലെ സാധാരണക്കാർ കുളിക്കാനും അലക്കാനുമെല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരു പൊതു കിണറായിരുന്നു. അവിടെ എല്ലാവരും കുളിക്കുമ്പോൾ അവൾക്ക് കുളിക്കാൻ അനുവാദമില്ലായിരുന്നു. അവൾ കുളിക്കുന്ന സമയത്ത് അങ്ങോട്ട് ആരും വരില്ലായിരുന്നു. അവളോട് സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നതുമെല്ലാം ആ നാട്ടിലുള്ള ആൾക്കാർക്ക് വലിയ എന്തോ ഒരു പാപം ചെയ്തതുപോലെയായിരുന്നു. കോളേജിലും മറിച്ചല്ലായിരുന്നു. അവിടെയും അവൾക്ക് ആരും കൂട്ടില്ല. അവളോട് ആരും കൂട്ടുകൂടുകയോ അവൾ കൂട്ടുകൂടാൻ പോവുകയോ ചെയ്യുന്നില്ലായിരുന്നു. അത്രക്കും ഭയാനകമായിരുന്നു അവളുടെ ഒറ്റപ്പെടൽ. അവളോടും കുടുംബത്തിനോടും സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്ന ഒരാളാണ് രഘുനാഥൻ തമ്പ്രാൻ്റെ പെങ്ങൾ സരസ്വതി തമ്പുരാട്ടി. അവർ ആരും അറിയാതെ രേവതിയുടെ കുടുംബത്തിന് വേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുത്തു. ചെറുപ്രായത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട സരസ്വതി അമ്മ തൻ്റെ 1.5 വയസ്സുള്ള മകനെയും കൊണ്ട് സ്വന്തം കോവിലകത്തേക്ക് തന്നെ തിരിച്ചു വന്നു. മറ്റൊരു വിവാഹത്തിന് കൂട്ടാക്കാതെ അവൾ തൻ്റെ മോനു വേണ്ടി ജീവിച്ചു. 3 ആങ്ങളമാർക്കിടയിൽ അവർ ഒറ്റപ്പെട്ട നിലയിലാണ് ജീവിച്ചിരുന്നത്. അതിനിടക്കാണ് രേവതിയുടെ അമ്മ ഗർഭിണിയാവുന്നതും അവളെ ഒഴിവാക്കി സ്വന്തം ആങ്ങള നാടുവിട്ടതും പണക്കാരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചതും. ഇതിലേറ്റവും എതിർത്തത് സരസ്വതി അമ്മ ആയിരുന്നു. ഒരു പെണ്ണിൻ്റെ കണ്ണീർ നമ്മളെല്ലാവരും അനുഭവിക്കും, അവരെ ഒഴിവാക്കരുതുമെന്നും പറഞ്ഞ് അവൾ കാല് പിടിച്ചിട്ടും രഘുനാഥൻ തമ്പ്രാനോ അയാളുടെ 2 അനിയന്മാരോ ഇതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. ഇവരുടെ അച്ഛൻ തമ്പുരാൻ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നാട്ടുകാർ കോവിലകത്ത് വന്ന് അച്ഛൻ തമ്പുരാനോട് പറയുമായിരുന്നു. അച്ഛൻ തമ്പുരാൻ അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. സാധാരണക്കാർക്കിടയിൽ അച്ഛൻ തമ്പുരാൻ നല്ല സ്വീകാര്യതയായിരുന്നു. പക്ഷേ ആൺമക്കളെല്ലാം അച്ഛനുള്ള സ്വീകാര്യത ദുരുപയോഗം ചെയ്യുകയും അവരുടെ സുഖത്തിൽ മാത്രം ജീവിക്കുകയും ചെയ്തു. അച്ഛൻ തമ്പുരാൻ മരിച്ചതോടെ മക്കളുടെ ആഡംബരവും ധൂർത്തും സുഖവും കൊണ്ട് തന്നെ കോവിലകത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. കൈവിട്ടു പോകുമെന്ന സ്ഥിതി വരെ വന്നു. കടവും രോഗവും കൊണ്ടുമെല്ലാം അവർ ബുദ്ധിമുട്ടി.
സരസ്വതി അമ്മയുടെ മകൻ ആര്യൻ ദേവനാഥ് വിദേശത്ത് പോയി പഠിച്ച് അവിടെ തന്നെ ഒരു നല്ല ജോലിയും ഉണ്ടായിരുന്നു. അവനാണ് പിന്നെ ആ കോവിലകം തിരിച്ചു പിടിക്കുന്നതും പണ്ടത്തെ പ്രൗഢിയോടെ ആ കോവിലകം കൊണ്ടു പോകുന്നതും. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ കോവിലകത്തിൻ്റെ ഉടമസ്ഥർ സരസ്വതി അമ്മയും ആര്യനുമായിരുന്നു. എന്നാലും തൻ്റെ അമ്മാവന്മാർ പണ്ട് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അനുവാദം അവർക്കുമുണ്ടായിരുന്നു. സരസ്വതി അമ്മക്ക് ആങ്ങളമാരെ പേടിയായിരുന്നു. 3 ആങ്ങളമാരും അവരെ ഭാര്യമാരും മക്കളുമെല്ലാം ഇപ്പോൾ ജീവിക്കുന്നത് ആര്യൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. നാട്ടുകാർക്കും അവനെ ഇഷ്ടമായിരുന്നു. അവൻ ലീവിന് വിദേശത്തു നിന്നും നാട്ടിൽ വന്നാൽ വിദേശത്ത് പോയി പഠിച്ച് അവിടെ ഒരു ജോലിയുള്ള ഒരാളായിരുന്നെന്ന് അവൻ്റെ പെരുമാറ്റത്തിൽ കാണാൻ കഴിയില്ലായിരുന്നു. ആ നാട്ടിലെ കൂട്ടുകാരെ കൂടെ കളിക്കുകയും നാട്ടിലെ ഉത്സവത്തിന് സാധാരണക്കാരെ പോലെ പോവുകയും എല്ലാത്തിലും അവനുണ്ടായിരുന്നു. നാട്ടിലെത്തിയ ആര്യൻ കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടയിലാണ് രേവതി അതിലൂടെ പോകുന്നത് അവൻ കണ്ടത്. അവളെ നോക്കി അവൻ ചിരിച്ചു. അവൾ തിരിച്ചു ചിരിച്ചില്ലെന്ന് മാത്രമല്ല ദേഷ്യഭാവത്തിൽ അവനെ നോക്കി നടന്നു നീങ്ങി. കൂട്ടുകാർ അവനെ കളിക്കാൻ വിളിച്ചു. കൂട്ടുകാരോട് അവൻ ചോദിച്ചു, ഇത് നമ്മുടെ രേവതിയല്ലേ? അവരെല്ലാവരും പുച്ഛത്തോടെ അതേന്നും പറഞ്ഞുകൊണ്ട് അവനോട് കളിക്കാൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ കളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പിറകെ പോയി. പാടവരമ്പിലൂടെ നടന്നു നീങ്ങുന്ന രേവതിയെ പിടിച്ചു നിർത്തി. ഹലോ, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായെന്ന രീതിയിൽ അവൾ തല കുലുക്കി. പിന്നെന്താ ഒരു മൈൻഡില്ലാത്തെ? ഒന്നുമില്ല, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. അതും പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി. ഒന്ന് നില്ലടോ, ചോദിക്കട്ടെ. അവൾ നിന്നില്ല, നടത്തത്തിന് വേഗത കൂട്ടി. അവൻ അവളെ പിടിച്ചു നിർത്തി. പെട്ടെന്ന് അവൾ കൈ കുതറി മാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ആരെയും ഒരു ശല്യം പെടുത്താൻ ഞങ്ങൾ വരുന്നില്ലല്ലോ. നാട്ടുകാരും കുടുംബക്കാരുമെല്ലാം ഒരുപാട് ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇനിയും ഇതും കൂടെ കണ്ടിട്ട് വേണം എല്ലാവരും കൂടെ അടുത്തതിനൊരുങ്ങാൻ. എൻ്റെ പിറകെ സ്വന്തം പുതുക്കി വരരുത്. ഇതും പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നത് അവൻ നോക്കി നിന്നു. പിറ്റേന്ന് ആ നാട്ടിലെ ഉത്സവമായിരുന്നു. എല്ലാവരും ഉത്സവം കാണാൻ വന്നിരുന്നു. ഉത്സവത്തിനിടക്കും ആര്യൻ രേവതിയെ കണ്ടു. അവളുടെ പിറകെ പോയി സംസാരിക്കാൻ അവൾ അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. അതുപോലെ പിറ്റേന്ന് കോളേജിലും അവളെ കാത്ത് അവൻ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ വെച്ച് അവൻ അവളോട് സംസാരിക്കാനും കൂട്ടുകൂടാനും ശ്രമിച്ചെങ്കിലും അവൾ അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ഒരു ദിവസം കോവിലകത്തേക്ക് രേവതിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു സരസ്വതി അമ്മയെ കാണാൻ. അവരെ കണ്ടപാടെ സരസ്വതി അമ്മ അവരോട് ചോദിച്ചു, എന്താ അമ്മ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, തമ്പുരാട്ടി, എൻ്റെ മോളെ ജീവിതത്തിലേക്ക് തമ്പുരാട്ടിയുടെ സഹോദരൻ വന്ന് അവളുടെ ജീവിതം പിച്ചി ചീന്തി. മാനസികമായും ഒന്നിനും ഞങ്ങൾ വന്നില്ല. ഞങ്ങളുടെ വിധിയെ പഴിച്ച് ജീവിച്ചു. ഇപ്പോൾ തമ്പുരാട്ടിയുടെ മോൻ്റെ രൂപത്തിലാണ് എൻ്റെ കൊച്ചുമോളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒന്നും താങ്ങാനുള്ള ശേഷി ഇനിയില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. കൊച്ചുമോളെ ശല്യം ചെയ്യരുതെന്ന് പറയണം. അപേക്ഷയാണ്. ഞങ്ങൾക്ക് തമ്പുരാട്ടിയോട് മാത്രമേ പറയാനുള്ളൂ. കൈകൂപ്പി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. അവൾ ആകെ തളർന്നിരുന്നു. എൻ്റെ മോൻ, അവൻ അങ്ങനെ ചെയ്യുമോ? ആകെ അവർ വിഷമിച്ചു. മോൻ വന്നപ്പോൾ അവനോട് സരസ്വതി അമ്മ ദേഷ്യപ്പെട്ടു. പണ്ട് അവളുടെ അമ്മയുടെ ജീവിതം നിൻ്റെ അമ്മാവൻ ആയിട്ട് നശിപ്പിച്ചു. ഇനി രേവതിയുടെ ജീവിതം കൂടി നീ തൊലക്കുവാണോ? അമ്മേ, രേവതിയുടെ ജീവിതം ഇനി തൊലക്കാൻ എന്താണുള്ളത്? അമ്മയുടെ സഹോദരൻ അതും തൊലച്ചില്ലേ? അമ്മ കാണുന്നില്ല ഈ സമൂഹത്തിൽ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്? അവളെ അമ്മ ചെയ്ത തെറ്റിന് ഈ കുട്ടി എന്ത് പിഴച്ചു? പക്ഷേ നമ്മളടക്കം ആ കുട്ടിയെ ക്രൂശിക്കുകയല്ലേ അമ്മേ? അവളെ രക്ഷിക്കണമെന്ന് അമ്മക്ക് തോന്നിയിട്ടില്ലേ? അവളെ അടുത്ത് വിളിച്ച് അവളോട് സംസാരിക്കണം. അവളോട് ചെയ്ത ക്രൂരത കൊണ്ടാണ് നമ്മുടെ എല്ലാം നശിച്ചത്. എന്തോ അപ്പൂപ്പൻ്റെ ഒരു നന്മ കൊണ്ട് നമ്മൾക്കൊന്നും സംഭവിച്ചില്ല അമ്മ. അപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു, അതിന് നീ അവളെ ശല്യപ്പെടുത്തുന്നത് എന്തിനാണ്? അവളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ മോനെ. അവളെ ഉപദ്രവിക്കരുത്. ദൈവം പോലും പൊറുക്കില്ല. അപ്പോൾ ആര്യൻ പറഞ്ഞു, അമ്മേ, അവൾ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് പൊറുക്കാതിരിക്കുക. എനിക്ക് അവളെ ഇഷ്ടമാണ് അമ്മേ. അവളെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചിട്ട് വരണം. അത് പറയാനാണ് ഞാൻ പലവട്ടം അവളോട് മിണ്ടാൻ ശ്രമിച്ചത്. ഇത് കേട്ട് സരസ്വതി അമ്മക്ക്
ഇത് കേട്ട് സരസ്വതി അമ്മക്ക് സന്തോഷമായി. മോനെ, ഞാൻ വിചാരിച്ചിരുന്നത് നീ ഈ നാട്ടിൻ പുറത്തെ പെണ്ണിനെ ഒന്നും കിട്ടില്ല എന്നായിരുന്നു. നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു മോനെ. ഈ വാർത്ത അറിഞ്ഞ അമ്മാവന്മാർ കലിതുള്ളി. നടക്കാൻ സമ്മതിക്കില്ല എന്നവർ തീർത്തും പറഞ്ഞു. അവസാനം ആര്യൻ പറഞ്ഞു, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. എൻ്റെ അമ്മയുടെ സമ്മതം മാത്രം മതി. രഘുനാഥൻ തമ്പ്രാൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, പണ്ട് ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നില്ലേ? മറ്റുള്ളവർക്ക് മുമ്പിൽ സത്യം എത്ര മറച്ചു വെച്ചാലും സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ കുറ്റബോധമില്ലേ അമ്മാവ? അവർക്കാർക്കും ഒന്നും പറയാനില്ലായിരുന്നു. ഇതറിഞ്ഞ നാട്ടുകാരെല്ലാം മൂക്കത്ത് കൈവച്ചു പോയി. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ അവരുടെ കല്യാണം നടന്നു. അത്രയും കാലം തന്നെ അപമാനപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത നാട്ടുകാരുടെ മുന്നിൽ ആര്യൻ്റെ കൈ പിടിച്ചവൾ അഭിമാനത്തോടു കൂടി നിന്നു. രണ്ടു അമ്മമാരും അവനെ അനുഗ്രഹിച്ചു. രേവതിയുടെ അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പ്രാർത്ഥനാഫലമായി ആ നാട്ടിലുള്ള എല്ലാവരും അവരെ അംഗീകരിക്കുന്ന ഒരു കാലം വന്നു.